ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷത്തിന് അവിടെയാണ് പ്രസക്തി എന്ന് പറയുന്നത്. ഒരു കാലത്ത് അപ്പനും അമ്മയ്ക്കും തീരാ തലവേദനയായിരുന്ന ഞങ്ങൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരുന്ന ഞങ്ങൾ, സമൂഹത്തിന് നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തികളായിരുന്ന ഞങ്ങള് മാറ്റിമറിച്ചത് സുഹൃത്തെ. ഞങ്ങൾ ഒരു കാലത്ത് മുഷ്ടി ചുരുട്ടി ഇംഗുലാവ് വിളിച്ചിരുന്നതായ രാഷ്ട്രീയ പാർട്ടികളല്ല ഞങ്ങളെ മാറ്റിമറിച്ചത്. അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും നല്ല മക്കളാക്കി മാറ്റിയത്, നല്ല സഹോദരങ്ങളാക്കി മാറ്റിയത്, സമൂഹത്തിന് നന്മ ചെയ്യാൻ പഠിപ്പിച്ചത്, സഹോദരങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്, മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്നാം പഠിപ്പിച്ചത്. ഞങ്ങൾ ഒരു കാലത്ത് ആത്മാഭിമാനത്തോടെ ഞങ്ങൾ നെഞ്ചോടെ ഉയർത്തിപ്പിടിച്ചു ഉയർത്തിയ ഒരു മതങ്ങളുമല്ല ഞങ്ങളെ മാറ്റിമറിച്ചത്, ഒരു രാഷ്ട്രീയ പാർട്ടികളല്ല ഞങ്ങളെ മാറ്റിമറിച്ചത്. ഞങ്ങൾ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിലൂടെ കിട്ടിയെടുത്ത ലഭിച്ചതായ സർട്ടിഫിക്കറ്റുകളല്ല ഞങ്ങളെ മാറ്റിമറിച്ചത്. ഞങ്ങൾ വായിച്ചറിഞ്ഞ ഒരു ചരിത്ര പുസ്തകത്തിന്റെ താളുകളിൽ നിന്ന് ലഭിക്കപ്പെട്ട അറിവുകളല്ല ഞങ്ങളെ മാറ്റിമറിച്ചത്. ഞങ്ങൾ നെഞ്ചോടെ ഒരു കാലത്ത് ചേർത്ത് പിടിച്ചിരുന്ന പാരമ്പര്യമല്ല സുഹൃത്തെ ഞങ്ങളെ മാറ്റിമറിച്ചത്. ഞങ്ങളെ മാറ്റിമറിച്ചത് അത് സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പലരും മാറ്റിയിട്ടും പലരെ അപമാനിച്ചിട്ടും പലരെ കയ്യേറ്റം ഞങ്ങളെ ചെയ്തിട്ടും വീണ്ടും വീണ്ടും നല്ലവരായ സ്നേഹിതരായ നിങ്ങളോട് ഈ സുവാർത്ത അറിയിക്കാൻ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ പണിയില്ലാഞ്ഞിട്ടല്ല. സമൂഹ മാധ്യമങ്ങളിൽ പലരും പല കമന്റടി ബിരുദന്മാർ പറയാറുണ്ട്, നല്ല ആരോഗ്യമുണ്ടല്ലോ, നല്ല തണ്ടും തടിയുമുണ്ടല്ലോ, ഇവരൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെയെന്ന്. എന്നാൽ മിത്രമെ പറയട്ടെ, വേറെ പണിയില്ലാഞ്ഞിട്ടല്ല, ജോലിയില്ലാഞ്ഞിട്ടല്ല, ശമ്പളം ഇല്ലാഞ്ഞിട്ടല്ല, ഇതിനെയെല്ലാം മാറ്റിവെച്ചിട്ട് നല്ലവരായ സ്നേഹിതരോട് നിങ്ങളോടൊക്കെ ഈ സുവാർത്ത അറിയിക്കാമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സ്വാധീനം ചെലുത്തി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച, ഞങ്ങൾ രൂപാന്തരം ഉണ്ടാക്കിയ, മദ്യത്തിന്റെ ആസക്തിയിൽ പിടിവെട്ട് ജീവിതം നശിച്ചുകൊണ്ടിരുന്ന ഞങ്ങള് ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ അറിയണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ദേശത്ത് കടന്നു വന്നത്.